തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, എല്ലാവരും വലിയ ആവേശത്തിലാണ്. അതിനിടയിൽ യുവാക്കൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികളും സജീവമാണ്. പക്ഷേ കണ്ണൂരിലെ സ്ഥിതി അങ്ങനെയല്ല. ഇവിടെ 7 പേരാണ് SFIയിൽ നിന്ന് LDFന് വേണ്ടി മത്സരിക്കുന്നത്. എല്ലാവരും ആദ്യമായിട്ട് മത്സരിക്കുന്നവരാണല്ലോ അല്ലേ? ആരാ ഏറ്റവും ചെറിയ സ്ഥാനാർത്ഥി ആരാ ആണ്? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പേര് പറഞ്ഞു. പേര് നവ്യ സുരേഷ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പേരാവൂർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുകയാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ ഇറങ്ങിയപ്പം? എന്താ ഒരു ഏറെ സ്വീകാര്യമായിട്ടാണ്. തില്ലങ്കേരി ആണെങ്കിലും മാലൂരാണെങ്കിലും അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ പേരാവൂർ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ സംഘടന ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇതിപ്പോൾ യുവാക്കൾക്ക് പലയിടത്തും സീറ്റ് കിട്ടുന്നില്ല എന്ന് തുടങ്ങിയ വലിയ പരാതിയും അങ്ങനെയുള്ള പരിഭവമൊക്കെ ഉണ്ട്. അപ്പോൾ യുവാക്കൾ കൂടുതലായിട്ട് മത്സരത്തിന് രംഗത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണോ അഭിപ്രായം? അതെ, യുവാക്കൾ തന്നെ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് യുവാക്കൾ തന്നെ മത്സര രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കൃത്യമായിട്ട് യുവാക്കളുടെ മനസ്ഥിതിയും കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് യുവാക്കളെ കൂടുതലായിട്ട് പ്രാതിനിധ്യം. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, 7 പേരോളമാണ് SFIയുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ പാർട്ടി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. യുവാക്കളുടെ മനസ്സും ചിന്താഗതികളും അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കഴിയുന്ന രീതിയിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് ആവേശം? വലിയ ആവേശത്തിലാണ് നമ്മൾ, വലിയ മുന്നോട്ട് പോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് നമ്മളിപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ സമരങ്ങളും മറ്റ് പോരാട്ടങ്ങളെല്ലാം തന്നെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ SFI കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഒരുപാട് നമ്മളെ വർഗീയതക്കെതിരെയും നമ്മളെ ഗവർണർക്കെതിരെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ SFI മുന്നോട്ടേക്ക് ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ SFIയുടെ പോരാട്ടമാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിലെല്ലാം തന്നെ മുന്നോട്ടേക്ക് ഉയർത്തിപ്പിടിച്ചത്. അതാണ് നമ്മളിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ സ്വീകാര്യത SFI പ്രവർത്തകർ എന്ന നിലയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോരാട്ടത്തിൻ്റെയും നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനൊരു കരുത്തായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൽ പഠിക്കുന്നവരും ഉണ്ടാവും തോന്നുന്നു അല്ലേ? പഠനവും ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക, അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് വരിക, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പം ഞാൻ PG കഴിഞ്ഞതാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ പാർട്ടി ഒരു പുതിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ചുമതലയാണ്. അത് കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നതാണ് പറയാനുള്ളത്. ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ? അതോ പ്രതീക്ഷിച്ചൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ജനങ്ങളുടെ ഇടപെടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത്ര നാളെ നാടിനകത്ത് ഉണ്ട്. അതോടൊപ്പം തന്നെ SFI എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. പ്രചാരണമൊക്കെ തുടങ്ങി. എന്താ അനുഭവം എല്ലാവരിൽ നിന്നും പോസിറ്റീവായ അനുഭവങ്ങളാണ്. ജനങ്ങളിൽ നിന്ന് നമ്മളെ വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്വീകരണം തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും മത്സരിക്കുകയാണ്, ജയിക്കുന്നുള്ള ഒരു ഉറപ്പല്ലേ? ഉറപ്പായിട്ട് ജയിക്കും. എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ മത്സരിക്കുന്നത്. നല്ല നാട്ടുകാരൊക്കെ ഇന്നലെ തന്നെ എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും അറിയാം, എനിക്കും എല്ലാവരെയും അറിയാം. അതുകൊണ്ട് പിന്നെ പ്രയാസമില്ല. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും വലിയ വിജയപ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഇവർക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവാശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.